അൻസിബ എന്ന് പറയുന്ന കുട്ടി അവരുടെ മതവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിനകത്തു നിന്ന് അവർ തീവ്രവാദിയാണ്, ജിഹാദിയാണ് എന്നുള്ള ഒരു പ്രസ്താവന പത്രമാധ്യമങ്ങളിലൊക്കെ കാണുകയുണ്ടായി. അത് എന്നെ ശരിക്കും പറഞ്ഞാൽ ആശങ്കപ്പെടുത്തുന്നുണ്ട്. അത് മലയാള സിനിമയിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത, അങ്ങനെ ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു തമാശയ്ക്കാണെങ്കിൽ പോലും അങ്ങനെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ടെങ്കിൽ അതൊരു സംഘടനയുടെ അകത്തുനിന്ന് അതിൻ്റെ ഭാരവാഹികളുടെ അടുത്തുനിന്നൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഗൗരവമായി പരിഗണിക്കേണ്ടതാണ്. അത് ഒരു സാമൂഹ്യ പ്രശ്നമാണ്. അല്ല, അമ്മയിൽ നടക്കുന്ന ആഭ്യന്തര പ്രശ്നങ്ങൾ അതല്ലെങ്കിൽ പരസ്പരമുള്ള കലഹങ്ങളെക്കുറിച്ചൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. അത് അവരുടെ ആഭ്യന്തര പ്രശ്നമാണ്, അവരുടെ സംഘടനയ്ക്കകത്തുള്ള പ്രശ്നമാണ്. അമ്മ എന്ന് പറയുന്ന സംഘടനയെ നമ്മൾ ബഹുമാനിക്കുന്നു. കാരണം കുറേ വർഷങ്ങളായിട്ട് മലയാള സിനിമയിൽ നിലനിൽക്കുന്നൊരു സംഘടനയാണ്. ഒരുപാട് മഹാരഥന്മാർ ചേർന്ന് ഉണ്ടാക്കിയൊരു സംഘടനയാണ്. അതിൻ്റെ ഒരു പാരമ്പര്യം വളരെ വലുതാണ്. എല്ലാ സിനിമാ സംഘടനകളുമായിട്ട് നല്ല രീതിയിൽ പോകുന്നൊരു സംഘടന തന്നെയാണ്. അതിനെ ഞാൻ അനുമോദിക്കുകയാണ്. ഒപ്പം ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ആഭ്യന്തര പ്രശ്നങ്ങളാണ്. ഒരു കാര്യം മാത്രമാണ് എനിക്ക് പറയാനുള്ളത്, അമ്മയിൽ ഉരുത്തിരിഞ്ഞു വന്നൊരു പ്രശ്നമാണ്. അത് നമ്മളെ ചെറിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്നുണ്ടെന്നുള്ളതാണ്. ഒന്ന്, അൻസിബ എന്ന് പറയുന്ന കുട്ടി അവരുടെ മതവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിനകത്തു നിന്ന് അവർ തീവ്രവാദിയാണ്, ജിഹാദിയാണ് എന്നുള്ള ഒരു പ്രസ്താവന പത്രമാധ്യമങ്ങളിലൊക്കെ കാണുകയുണ്ടായി. അത് എന്നെ ശരിക്കും പറഞ്ഞാൽ ആശങ്കപ്പെടുത്തുന്നുണ്ട്. അത് മലയാള സിനിമയിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത, അങ്ങനെ ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു തമാശയ്ക്കാണെങ്കിൽ പോലും അങ്ങനെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ടെങ്കിൽ അതൊരു സംഘടനയുടെ അകത്തുനിന്ന് അതിൻ്റെ ഭാരവാഹികളുടെ അടുത്തുനിന്നൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഗൗരവമായി പരിഗണിക്കേണ്ടതാണ്. അത് ഒരു സാമൂഹ്യ പ്രശ്നമാണ്. അതൊരു സംഘടനയുടെ ആഭ്യന്തര കാര്യമായിട്ട് മാത്രം കണക്കാക്കാൻ പറ്റില്ല. എനിക്കതിനെക്കുറിച്ച് മാത്രമേ പറയാൻ ഉള്ളൂ. കാരണം അടുത്ത കാലത്തായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, മൊത്തം കേരളീയ സമൂഹത്തിൽ ഏത് രീതിയിലാണ് സംഘപരിവാർ സംഘടനകളും അതിൻ്റെ ആശയങ്ങളുമൊക്കെ ജനങ്ങളിലേക്ക് എത്തുന്നതെന്ന് നമുക്കറിയാം. ഒളിഞ്ഞും തെളിഞ്ഞും മലയാള സിനിമയിലും അതിൻ്റേതായ അനുരണനങ്ങൾ പല രീതിയിലുണ്ട് എന്നുള്ളതാണ് സത്യം. അത് പല രീതിയിൽ പലയിടത്തുനിന്നും വരുന്നുണ്ടെന്നുള്ളത് നമ്മളെ വിഷമിപ്പിക്കുന്നൊരു കാര്യമാണ്. നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന പല കലാകാരന്മാർ തന്നെ പ്രത്യക്ഷമായി രാഷ്ട്രീയത്തിലൊക്കെ തന്നെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അവരും കുറച്ച് ജാഗ്രത കാണിക്കേണ്ടതാണ്. കാരണം എന്നും മലയാള സിനിമ നിലനിന്നിട്ടുള്ളത് ഒരു സെക്യുലർ പ്ലാറ്റ്ഫോമിലാണ്. ആ സെക്യുലർ മനസ്സ് മലയാളികൾക്ക് നഷ്ടപ്പെടുന്നതിന് സിനിമ ഒരു കാരണവശാലും അതിനൊരു ഇട ഉണ്ടാക്കി കൊടുക്കരുത്. അത് ഏത് സംഘടനയാണെങ്കിലും ഏത് വ്യക്തികളാണെങ്കിലും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അൻസിബയെ കേൾക്കാൻ തയ്യാറാവണം. അവർ പറയുന്ന കാര്യങ്ങൾ വളരെ ഗൗരവമുള്ളതാണ്. അങ്ങനെ വെറുതെ പറയുന്നൊരു കുട്ടിയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അൻസിബയെക്കുറിച്ച് എനിക്ക് ആ രീതിയിലാണ് അറിയാവുന്നത്. കാരണം വ്യക്തമായ കാഴ്ചപ്പാടുള്ളൊരു കുട്ടിയാണ്. അത്തരം ചെറുപ്പക്കാരായിട്ടുള്ള ഒരു തലമുറ ഇവിടെ ഉണ്ട്. അവരുടെ വാക്കുകൾക്ക് നമ്മൾ വില കൊടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ആ ഒരു ആശയം മലയാള സിനിമയിൽ അങ്ങനെ ഒരു ചിന്ത എവിടെന്നെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടത്. അല്ലാണ്ട് അതിൻ്റെ അകത്ത് ആര് പ്രസിഡൻ്റ് ആവണം, ആര് ജനറൽ സെക്രട്ടറി ആവണം എന്നുള്ളതൊന്നും നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ വിഷയമല്ല, ചലച്ചിത്ര മേഖലയിൽ നിൽക്കുന്ന ഞങ്ങളെപ്പോലുള്ള ആരുടെയും വിഷയമല്ല. അതെങ്ങനെയും ആകട്ടെ. പക്ഷേ ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് ഗൗരവമായിട്ട് ചലച്ചിത്ര മേഖലയിലുള്ള പ്രത്യേകിച്ചും പ്രമുഖരായിട്ടുള്ള വ്യക്തികളുണ്ട്. അവർ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് അതിനെ കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.